ഈ ഒറിഗോണിൽ ഒർലാൻഡോയ്ക്ക് അടുത്ത് തന്നെ ഒരു വളരെ വിശാലമായ ഒരു വലിയ സൂ ഉണ്ട്. അപ്പം ഈ സൂ കാണുന്നത് സാധാരണ പിള്ളേരൊക്കെയാണ് പോയി കാണുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങളെ കാണുകയും ചെയ്യാൻ ഒരു രസമുണ്ട്. മാത്രമല്ല ഇവിടുത്തെ സൂ ഞാൻ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ സൂ സന്ദർശിച്ചിട്ടുണ്ട്. ഏതൊക്കെ വിധത്തിലാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്നൊക്കെ ഉള്ളത് ശ്രദ്ധിച്ചിട്ടുമുണ്ട്. പല ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ ചിലയിടത്ത് നമ്മൾ കാറിനകത്ത് മാത്രം ഇരുന്നാണ് അതിനകത്തൂടെ പോകേണ്ടത്. ഇപ്പോൾ ബാങ്കോക്കിൽ ഉള്ള വലിയ സൂ അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാറിനകത്ത് കയറി ഇരുന്ന് യാത്ര ചെയ്യണം. വിശാലമായ സ്ഥലമാണ്, ഏക്കറുകൾ കണക്കിനുണ്ട്. ഓരോ ഭാഗങ്ങളിൽ ഓരോ രീതിയിലുള്ള മൃഗങ്ങൾ, അതൊക്കെ എണ്ണം വളരെ കൂടുതലാണ്. കടുവകളെന്നൊക്കെ പറഞ്ഞാൽ ഒരു 50-60 കടുവകൾ കാണും. അല്ലാതെ ഈ ഒന്നും രണ്ടെണ്ണത്തിൻ്റെ കൂട്ടിനകത്ത് അടച്ചിരുന്ന സിസ്റ്റമൊന്നും അല്ല അവിടെയൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് അത് നമ്മുടെ കാറിന് ചുറ്റും ഇത് വന്ന് നടക്കും. ആ റോഡ് കുറുകെ മുറിച്ച് കിടക്കും. ഇതൊക്കെ ഉണ്ട് അവിടെ. നമ്മൾ കാറിനകത്ത് ഇറങ്ങാൻ പാടില്ല. നിർബന്ധമായിട്ട് അടച്ച വാഹനത്തിൽ മാത്രമേ അതിനകത്ത് പ്രവേശിപ്പിക്കുകയുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള സൂ ഒക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു കാണാൻ രസമാണ്. പ്രത്യേകിച്ച് മൃഗങ്ങളെ കാണുന്നത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമായതുകൊണ്ട് എന്നാൽ ഇതൊന്ന് പോയേക്കാം, എന്താണ് ഇവിടുത്തെ എന്നറിയാം എന്ന് വിചാരിച്ചു. അവിടെ ചെന്നു. അവിടെ ടിക്കറ്റ് ഓൺലൈനിലാണ് നമ്മൾ എടുക്കേണ്ടത്. ടിക്കറ്റും ഒക്കെ എടുത്ത് ഞങ്ങൾ ഈ സൂവിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അത് ഒരുപാടൊന്നും മൃഗങ്ങളൊന്നും കാണാനൊന്നുമില്ല. വെച്ചാൽ കുറച്ചൊക്കെ ഉണ്ട്. ആദ്യമൊക്കെ നോക്കുമ്പോൾ പക്ഷികൾ അതെല്ലാം ഓരോ സ്ഥലങ്ങളാണ്. അതും അതിഭീകരമായ തണുപ്പായിരുന്നു കേട്ടോ. വന്നു സഹിക്കാൻ വയ്യ ആ രീതിയിലുള്ള തണുപ്പ്. കാരണം അത് നമ്മൾ ഇറങ്ങുമ്പം ഒരുപാട് താഴെയൊക്കെ ഇറങ്ങണം. അപ്പോൾ അവിടെയൊക്കെ വെള്ളം ഒലിച്ചൊക്കെ വരുന്നുണ്ട്. പിന്നെ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ് ആ വഴിയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ വളരെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്കൂടെയൊക്കെ ഒന്ന് പോയി അങ്ങോട്ട് ചെന്ന് അപ്പോൾ അവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഇഷ്ടംമാതിരി കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ അമേരിക്കൻസ് കൂടുതലും, പിന്നെ അതുപോലെ വിദേശികളുമൊക്കെ ഈ പ്രാമിലൊക്കെ കുഞ്ഞുങ്ങളെ വെച്ച് ഉരുട്ടിക്കൊണ്ട് ഇങ്ങനെ വരികയാണ്. ആ കൊച്ചുങ്ങളിരുന്ന് കൈയടിച്ച് ഇത് കാണുക. അവർക്ക് അത്ര ഉത്സാഹമാണല്ലോ കാണാൻ. അതിനകത്ത് തന്നെ അക്വേറിയം ചില ഭാഗങ്ങളിലുണ്ട്. അക്വേറിയത്തിനകത്തൊക്കെ ഒരുപാട് മീനുകൾ, പലപ്പോഴും നമ്മൾ കാണാത്ത രീതിയിലുള്ള മീനുകൾ അങ്ങനെയുള്ളത്. അക്വേറിയം എന്ന് പറഞ്ഞാൽ വളരെ ഒരു വലിയ തടാകം പോലുള്ള ഒരു എണ്ണത്തിനകത്ത് തന്നെ ഒരു പരന്ന മീനെന്ന് പറയുന്നത് ഒരു 4-5 എണ്ണം വളരെ വലുത് വരുന്ന കണ്ട. അത് ആ വെറൈറ്റി മത്സ്യത്തെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അത് ഇങ്ങനെ നീന്തി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നേരെ നല്ല സ്വിം ചെയ്യുക, കമന്ന് കിടക്കുന്നു, ചിലപ്പോൾ മലർന്ന് വീഴുന്നു. അത് കാണേണ്ട ഒരു കാഴ്ചയായിരുന്നു അത്. അപ്പോൾ കുഞ്ഞുങ്ങൾ വന്ന് ഇത് കൈ ഒട്ടിച്ചിരിക്കും, ഇതെല്ലാം നോക്കും. അവർ പോയി അതിൻ്റെ ആ ഗ്ലാസ്സിൽ ചേർന്നങ്ങ് നിൽക്കുക. അത് കാരണം അത് തന്നെ കാണുന്ന ഒരു സുഖമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അതിലെല്ലാം അങ്ങ് പൂന്തോട്ടങ്ങളാണ്. എല്ലായിടവും നല്ല ഒന്നാന്തരം പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ്. അത് ഇവിടുത്തെ പൂക്കളുടെ കളറെന്ന് പറഞ്ഞാൽ നല്ല റെഡായിട്ട് ഉള്ള കളറിലുള്ള പൂക്കൾ. അത് നിറച്ച് കൊല കുത്തി നിൽക്കുക മരങ്ങൾ. ആ രീതിയിലുള്ള മരങ്ങൾ അതിനകത്ത് ഉണ്ട് മുഴുവൻ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് നടന്നു. ഇങ്ങനെ അപ്പോൾ നോക്കിയപ്പോൾ ഹിമക്കരടി ഇട്ടേക്കുന്നത്, അതായത് ഹിമക്കരടി മാത്രമുള്ള ഒരു സ്ഥലം നോക്കിയപ്പോൾ, അവിടെ നോക്കിയപ്പോൾ ഒരു വിശാലമായ സ്ഥലം. അതിന് പല ആംഗിളിൽ നിന്ന് അത് പോയി നോക്കാം നമുക്ക്. ഗ്ലാസ്സാണ് പലയിടത്തും ഇട്ടേക്കുന്നത്, ചിലയിടത്ത് മതിലും. അപ്പോൾ ഇങ്ങനെ പോയി നോക്കി എവിടൊന്നും അതിനകത്ത് ഹിമക്കരടി ഒന്നും കാണുന്നില്ല കേട്ടോ. അവസാനം നോക്കിയപ്പോൾ ഉണ്ട് പാറപ്പുറത്തൊരെണ്ണം, വളരെ വലിയ ഒരു കരടി കേട്ടോ അതിനകത്ത് കിടക്കുന്നു. അത് അത്രയും വലിപ്പമുള്ള ഹിമക്കരടിയെ ഞാൻ കണ്ടിട്ടില്ല. അത് ഹിമക്കരടികളെ പലയിടത്തും കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും വലിപ്പമുള്ള ഒരെണ്ണത്തിനെ കണ്ടിട്ടില്ല. അതുമൊക്കെ കഴിഞ്ഞു. പിന്നെയും പോയപ്പോൾ വേറെ ഒരുപാട് ജീവികളുണ്ട്, ഒരുപാട് എണ്ണത്തിനെ കാണാനുണ്ട്. അത് ഒരുപാട് നടക്കണം. പക്ഷേ ഇതിനിടയിലെല്ലാം എന്താണെന്നറിയും, നമ്മളൊരു 100 മീറ്ററോളം നമ്മൾ നടന്നു കഴിഞ്ഞാൽ വളരെ വിശാലമായ സ്ഥലത്ത് കഫറ്റേരിയ,
അവിടെ മേശയിട്ടിരുന്ന് ആഹാരം കഴിക്കുക, ക്യൂ നിന്ന് ഈ ഫുഡ് വാങ്ങിക്കുക. അങ്ങനെയുള്ള പല ടൈപ്പ് ഫുഡ് കിട്ടത്തക്കവണ്ണം ഉള്ള കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ചിലർ ഇരുന്ന് ബീർ കഴിക്കുന്നുണ്ട്, അത് വാങ്ങാനുള്ള സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. ബാക്കി ശീതളപാനീയങ്ങൾ വാങ്ങാനുള്ള കൗണ്ടറുകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ അവർ വലിയൊരു ആഘോഷമാണ് അവിടെ അവർക്കിത് കാരണം ഒരു പോരെങ്കിലും ഒരു അവധി ദിവസമാണ്. അവിടെ നല്ല ആഘോഷം എന്ന് പറയുന്നത് വളരെ വലിയ ആഘോഷമാണ് അതിനകത്ത് നടക്കുന്നത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു 100 മീറ്റർ ഇടവിട്ട് തന്നെ ഇങ്ങനെയുള്ള ഇതേപോലെ ഈ ഫുഡ് വാങ്ങാനും ഇതുപോലെ മറ്റ് ബിവറേജസ് ഇതൊക്കെ വാങ്ങാനും ഒക്കെ ഉള്ള കൗണ്ടറുകൾ ഏതാണ്ട് ഓരോ സ്ഥലത്തുമായിട്ട് ഒരു 10-15 കൗണ്ടറുകൾ വീതം ഉള്ള പല കടകളാണ്. അതൊക്കെ അവിടെ കാണും. അവിടെ എല്ലാം കസേരകളൊക്കെ നല്ല വൃത്തിയായിട്ട് മേശ, കസേര അതൊക്കെ ഇട്ടേക്കുക. ഇത് വാങ്ങുന്നവർക്കൊന്നും അല്ല, നമുക്കൊക്കെ പോയിരിക്കാം. കുറേ നടക്കുമ്പോൾ കാല് കഴിക്കും, ഒരുപാട് നടക്കാനുണ്ട് അതിനകത്ത്. ഏതാണ്ട് ഒരു 6 കിലോമീറ്ററോളം ഇതിനകത്ത് നടക്കാനുണ്ട്. അങ്ങനെ ഞങ്ങളത് നടന്നു. ഇത് കാണാൻ മൃഗങ്ങളെ കാണുന്നൊന്നുമല്ല, അവിടുത്തെ അന്തരീക്ഷം കാണുക. അതിനകത്ത് മുഴുവൻ, അതായത് മരങ്ങൾ വെച്ച് പിടിക്കുന്ന പറഞ്ഞാൽ ഫോറസ്റ്റ് പോലാണ് മരങ്ങൾ കേട്ടോ. ആ രീതിയിലാണ് ഒരു ഫോറസ്റ്റിൻ്റെ ഒരു പരിവേഷമാണ് ഈ സൂവിന് അതിന് പ്രദാനം ചെയ്തിരിക്കുന്നത്. അത് വലിയൊരു കാര്യമാണ്. അങ്ങനെ പോകുന്നു. ചിലയിടത്ത് മുള വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, ഒരുപാട് നല്ല കൂട്ടമായിട്ട് നിൽപ്പുണ്ട്. അതിനിടയിൽ കൂടെ ഒക്കെ നമുക്ക് ചെറിയ പാത്ത് വേണം നടക്കാൻ. എല്ലാം ആരോ കൊടുത്തിട്ടുണ്ട് പോകേണ്ട വഴികൾ. എന്നിട്ട് ഓരോ സെക്ഷൻ, ഇപ്പം ആഫ്രിക്കൻ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ കാണുന്ന ജീവികളും മൃഗങ്ങളുമാണ് അവിടെ ഉള്ളത്. അതുപോലെ ഓരോ ഏരിയയുടെ ഏഷ്യൻ പലതിൻ്റെ കൊടുത്തിട്ടുണ്ട്. യൂറോപ്പ് പലതിൻ്റെ ആയിട്ട് ഇങ്ങനെ പല ഭാഗങ്ങളായിട്ട് വിഭജിച്ച് കൊടുത്തിട്ടുണ്ട്. വെൽ അറേഞ്ച്ഡ്, ഒന്നും നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അവിടെ ചെന്നപ്പോൾ സിംഹങ്ങൾ, നമുക്ക് ആഫ്രിക്കൻ, അപ്പോൾ അവിടെ സിംഹങ്ങളെ കാണാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വേറെ ഒരു സ്ഥലത്ത് നമുക്ക് കടുവകളെ കാണാനുണ്ട്. അതെല്ലാം പടമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്, എന്തൊക്കെ ഉണ്ട്, ഏത് ഭാഗത്തോട്ട് പോകണം എന്നൊക്കെ ഉള്ളത്. പിന്നെ നമ്മുടെ ആനകൾ കേട്ടോ, ഒരുപാട് ആനകളുണ്ട്. അത് വളരെ വിശാലമായ സ്ഥലമാണ്. അതിന് ചുറ്റും നടക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു 3-4 കിലോമീറ്റർ അതിന് വേണ്ടി മാത്രം നടക്കണം. പിന്നെ ആനയെ കാണാൻ ഒരു പ്രത്യേകത ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. പക്ഷേ ഈ കുട്ടിയൊക്കെ വലിയ ഇഷ്ടമാണ്. വെള്ളയാനയുണ്ട്, പല ടൈപ്പ് ആന. അത് നമ്മുടെ ഏഷ്യൻ എലഫൻസിനെ ഇട്ടേക്കുന്ന പ്രത്യേക സ്ഥലമുണ്ട്. അത് നമ്മുടെ നല്ല ആനകൾ, കൊമ്പൻ ആനകളും ഇതൊക്കെ അതിനകത്തുണ്ട്. ഏതായാലും അതും ഒക്കെ ഒരു നല്ല കാഴ്ചയായിരുന്നു അതിനകത്ത് കേട്ടോ. കാഴ്ചയെക്കാളും കൂടുതൽ നോക്കുന്നത് ഈ കുഞ്ഞുങ്ങളെ അവർ കൊണ്ടുവന്നത് കാണിക്കുന്ന രീതി, കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കും. എന്നിട്ട് കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട്, ഇരിപ്പുണ്ട്, കളിപ്പാട്ടങ്ങളെല്ലാം ഉണ്ട്. മണൽ ഇട്ടിട്ടുണ്ട്, അത് വാരി കളിക്കുന്ന കുഞ്ഞുങ്ങൾ ധാരാളം. പിന്നെ ഓരോന്നിൻ്റെ പുറത്ത് കയറി ഇരുന്ന്, ഓരോ രൂപങ്ങളുടെ പുറത്ത് കയറി ഇരുന്ന് കളിക്കുക. ഇപ്പോൾ സിംഹത്തിൻ്റെ മേളിൽ കയറിയിരിക്കാം, കടുവയുടെ മേളിൽ കയറി, ആ രീതിയിലൊക്കെ ഉള്ളതുണ്ട്. പിന്നെ അവിടെ 2 തരം ജിറാഫുകളെ കണ്ടു കേട്ടോ. അതിൻ്റെ ആ ഭംഗിയെന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ആ ഡിസൈൻ, അത് 2 കളറാണ്. ആ കളറ് ഞാൻ പകർത്തിയിട്ടുണ്ട്. അതിന് ഭാഗ്യത്തിന് ഇത് രണ്ടും ഇങ്ങനെ പെടലി കോർത്ത് നിൽക്കുന്ന ഒരു പടമുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് എടുത്തതുകൊണ്ട് കിട്ടി. അത് ഒരു നിമിഷത്തേക്ക് മാത്രമേ ഉള്ളൂ, അത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല കാഴ്ചയാണ്. അത് രണ്ടും 2 കളറാണ്. അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരു നല്ല കാഴ്ചയായിരുന്നു. മാത്രമല്ല ഇവിടെ ഈ കുഞ്ഞുങ്ങൾ ആസ്വദിക്കുന്നത് ആ രീതി കണ്ടാണ്. മാത്രമല്ല കുഞ്ഞുങ്ങളെ ഇങ്ങനെ അവർ ഈ രീതിയിൽ വളർത്തിയെടുക്കുന്നതും ആ കുട്ടികൾ പിന്നെ സ്വതന്ത്രമായിട്ട് അതിനകത്ത് അവരെ നടത്തുന്നതും ഒക്കെ ഒന്ന് കാണേണ്ടതാണ്. കുട്ടികളെന്ന് പറയുന്നത് ഈ 10 വയസ്സൊന്നും ഉള്ളതല്ല, എല്ലാം 1.5 വയസ്സ് 2 വയസ്സ് നടക്കാൻ പരിമാവുമ്പോൾ മുതൽ ഇറക്കി അങ്ങ് നടത്തുകയാണ്. 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സ് ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അതൊരു കാഴ്ചയായിട്ടോ. എന്ത് സൗന്ദര്യമുള്ള കുഞ്ഞുങ്ങളെന്നറിയാമോ. നല്ല തൊടുത്ത മുഖമുള്ള കുഞ്ഞുങ്ങൾ, വളരെ സന്തോഷഭരിതരായിട്ടാണ് അവർ അതിൽ നടക്കുന്നത്. അതാണ് ഈ കാണേണ്ട കാഴ്ച. പൂക്കളും ഈ കുഞ്ഞുങ്ങളും അത് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റിയത് ഈ സൂവിലാണ്. സൂ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടിലുള്ള രീതിയിലുള്ളൊരു സൂ അല്ല ഇത്. വളരെ അത്ര വിശാലമാണ്.
ഇപ്പം നമ്മുടെ തിരുവനന്തപുരത്തെ മൃഗശാല ഒക്കെ നമ്മൾ കാണുന്ന പോലൊന്നും അല്ല. ഇത് വളരെ അതിവിശാലമായ ഒരു ഏരിയ ആണ്. ഒരുപാട് നടക്കാനുണ്ട്. അത് നമുക്കെന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള കാര്യം നമുക്കിതിനകത്ത് നടക്കാൻ പോകാം. അത് മാത്രമല്ല ഇടയ്ക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ അവിടുന്ന് ഫുഡ് കഴിക്കാം. ആ രീതിയിലൊക്കെ ഉള്ള ഒരു പ്രത്യേക അറേഞ്ച്മെൻ്റാണ്. വളരെ വിശാലമായ സ്ഥലം, നല്ല റോഡുകൾ, അതിനകത്ത് വാഹനങ്ങളുടെ ശല്യമൊന്നുമില്ല. ഒരു വാഹനവും കയറാൻ പറ്റത്തില്ല. പിന്നെ ഈ പ്രാം, കുഞ്ഞുങ്ങളെ തള്ളിക്കൊണ്ടുവരുന്ന പ്രാം അല്ലാതെ വേറെ ഒന്നുമില്ല. അത് ഒരു നല്ല കാഴ്ചയായിരുന്നു. വളരെ ഒരു രസകരമായ ഒരു അനുഭവമായിരുന്നു. ഇത്രയും കുഞ്ഞുങ്ങളെ, യഥാർത്ഥ കുഞ്ഞുങ്ങളെ കാണാനാണ് പോയത്, പൂക്കളെ കാണാനും.